ഹലോ, വീട്ടിലെ മണ്ണ് കൊണ്ട് കളിമണ്ണ് ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ട് ഞാൻ ഈ ഒരു മണ്ണാണ് എടുക്കുന്നത്. കുറച്ച് മുകൾ ഭാഗത്തെ മണ്ണല്ല, പകരം കുറച്ച് കുഴിച്ചതിന് ശേഷമുള്ള മണ്ണ് ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പോ കാര്യങ്ങളോ എടുക്കാം. ഞാനിവിടെ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം കൈകൊണ്ട് തന്നെ കല്ലും വലിയ കല്ലുകളും അതുപോലെ തന്നെ പുല്ല് കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തു. ആ വെള്ളം അത്യാവശ്യം ഒന്ന് ക്ലീൻ ആയപ്പോൾ ഒരു തോർത്ത് വെച്ചിട്ട് അരിച്ചെടുത്തു. ഒരുപാട് പൂഴിയൊക്കെ അതിലുണ്ടാവും. പൂഴി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ക്ലേ ഉപയോഗിക്കുമ്പോൾ പൊട്ടിപ്പോവും, ഉണങ്ങിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. കണ്ടോ, ഇത്രയധികം പൂഴി നമുക്ക് ഓരോ പ്രാവശ്യവും കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 5 പ്രാവശ്യം ഞാൻ അരിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു വെള്ളം തൊടാതെ അനങ്ങാതെ 24 മണിക്കൂർ അടക്കി വെച്ചു. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ആ വെള്ളം തെളിഞ്ഞ് കിട്ടിയപ്പോൾ മുകളിൽ ആ ഒരു വെള്ളം മെല്ലെ ഒഴിച്ചു കളഞ്ഞു. അടിയിൽ നമ്മൾ കാണുന്ന അതാണ് നമ്മൾ ക്ലേ ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അത് കാണുമ്പോൾ നേരിട്ട് കാണുന്ന സമയത്ത് ഒരു ചോക്ലേറ്റ് ഫീല് തന്നെ കിട്ടുന്നുണ്ട്. നല്ല ശ്രദ്ധയോടെ മുകളിലെ വെള്ളം ഒന്ന് ഒഴിച്ച് കളയുക. അതിനുശേഷം വീണ്ടും തോർത്ത് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത്യാവശ്യം വെള്ളം അങ്ങനെ പോയതിന് ശേഷം കിഴി കെട്ടി വെച്ചു. അത് ഞാൻ ഏകദേശം ഒരു 24 മണിക്കൂർ കിഴി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് ആ ഒരു കിഴി എന്ത് ചെയ്തു, നല്ല രീതിയിൽ ഉണക്കിയെടുത്തു. ഞാൻ അത്യാവശ്യം വെയിൽ കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ആ ഒരു മഴ സമയത്ത് പെട്ടെന്ന് വെയിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ഇത് ഫസ്റ്റ് ഡേ ആണ്. അങ്ങനെ ഓരോ ദിവസം ഞാൻ ഏകദേശം ഒരു 3 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ആകുന്ന സമയത്ത് അതിൻ്റെ കളറൊക്കെ ജസ്റ്റ് മാറി കുറച്ച് കട്ടിയായി വന്നു, ഒരു ചോക്ലേറ്റ് ആയിട്ട്. തേർഡ് ആകുമ്പോഴേക്കും ഏകദേശം സെറ്റായിട്ടുണ്ട്. കുറച്ച് വെള്ളം ബാക്കിയുണ്ടെങ്കിലും നമുക്ക് കുഴച്ചെടുക്കുന്ന പരുവത്തിലേക്ക് അത് മാറി. അപ്പോൾ നമ്മളെന്താ പറയുക, നമ്മൾ തുണിയിൽ നിന്ന് വിട്ട് വരുന്നത് കണ്ടോ, ആ ഒരു രീതിയിലായ സമയത്ത് മൊത്തമായിട്ട് ഞാനത് ഉരുട്ടി കുഴച്ച് വെച്ചു. പക്ഷേ എനിക്കിത് ഒരു മണ്ടത്തരം പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു തുണിയിൽ കൂടുതലായിട്ട് ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഒരു തിന്നായിട്ട് ലെയർ കൊടുത്ത ഭാഗങ്ങളൊക്കെ തുണിയിൽ തന്നെ ആയിപ്പോയി. നമുക്കത് പറിച്ചെടുക്കാൻ പറ്റിയില്ല. കട്ടിയുള്ള ഭാഗങ്ങളാണ് കൂടുതലായിട്ട് പറിച്ചിട്ട് കുറച്ച് നമ്മുടെ വേസ്റ്റായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം എല്ലാം കുഴച്ചിട്ട് ഈ ഒരു പരുവത്തിൽ എനിക്ക് കിട്ടി. ഇത് ഞാനൊരു പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് ഉരുട്ടി കുഴച്ച് ഒരു ഷേപ്പാക്കി എടുക്കാം. ഈ കാണുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു പരുവം തന്നെ ഉണ്ട്. നമ്മുടെ ക്ലേ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒരു 3 ഡേയ്സിൻ്റെ പരിശ്രമം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഷോർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കയറി നോക്കി. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.